ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ഇന്ന് വഴിമാറി ചിന്തിക്കാൻ തുടങ്ങി. അതെ, ഞങ്ങളൊന്ന് നടക്കാൻ പോവാണ്. ടെമ്പിൾ ഡേ. ഇത് കണ്ടോ, ബ്ലാക്ക് യൂണിഫോം അല്ല, പറഞ്ഞിട്ടല്ല, ഇട്ടോണ്ട് വന്നപ്പോ ബ്ലാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാണ്. ഏത് അമ്പലമാണെന്ന് ചോദിച്ചാൽ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. മാവേലിക്കരയുള്ളൊരു ക്ഷേത്രമാ. കൂടുതൽ ശിവന്റെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫേമസ് ആയിട്ടുള്ളത് ഒന്ന് ചെങ്ങന്നൂർ അമ്പലം കഴിഞ്ഞ് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് അറിയത്തില്ല. അമ്പലം ഓക്കെ. അപ്പൊ നമ്മളിന്ന് അമ്പലത്തിലോട്ടാണ് പോകുന്നത്. നമുക്കിന്ന് പോയി ഭക്തിമാർഗം സ്വീകരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, സത്യം പറഞ്ഞാല് ഐശ്വന്റെ അമ്മ പറഞ്ഞത്, മോളെ നിങ്ങൾ നന്നാവും, എന്നിട്ട് അമ്പലത്തിൽ പോയി എന്നും പ്രാർത്ഥിച്ച് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. അത് നടത്തത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾക്ക് ആ ഒരു അമ്പലം വിസിറ്റ് സാധിച്ചത് ദൈവം സഹായിച്ചു. ഞങ്ങളുടെ അമ്മ പിന്നെ പണ്ട് തൊട്ടേ അമ്പലവാസി ആയതുകൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ഞങ്ങളിങ്ങനെ സാധാരണയൊന്നുമല്ല, ഞങ്ങൾക്ക് എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആവാനായിട്ടാണ് അമ്മ ഇത് പറഞ്ഞത്. യെസ്, ഞങ്ങൾ നല്ല കുട്ടികളാണ്. എന്നാലും ഞങ്ങൾ ഒന്നുകൂടെ വന്നാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നൊരു. പക്ഷെ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് വരികയാണ്. അതെ, അമ്മ പറഞ്ഞാൽ തന്നെ സംഭവിക്കും. നമുക്ക് അപ്പുറത്ത് പോയാലും അവിടെ നടക്കാൻ സ്ഥലമുണ്ട്. ശരി, വരൂ. അമ്പലത്തിൽ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ചിന്നു ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയത്തില്ല, ഞാൻ പറയാം എൻ്റെ അഭിപ്രായം. ഓക്കെ, അതായത് അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ അവിടുന്ന് പിടിച്ച് നമ്മളോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആകെപ്പാടെ ഈ നാമജപവും ഒക്കെ കാരണം, ഈ കർപ്പൂരം, ചന്ദനത്തിൽ അങ്ങനെയൊക്കെയുള്ള നല്ല സ്മെല്ലുകളൊക്കെ കാരണം നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് എന്ത് വിളിച്ചെങ്കിൽ ഇറങ്ങി തരാൻ പോകാം. അപ്പോൾ ഞാൻ പോസിറ്റീവ് വൈബിൽ നമ്മളിപ്പം മനസ്സെന്തെങ്കിലും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു മനസ്സിനൊരു സമാധാനം ഫീലിംഗ് വരും, ഒരു സമാധാനം വരും. ഞാൻ പിന്നെ അമ്പലത്തിൽ പോയിട്ട് കുറേ നാളായി. കുറേ നാളായി. കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഡൽഹി പോയത്. അന്ന് പോയി, പക്ഷെ അതിന് മുന്നേ മുന്നേ പോയിട്ടേ ഇല്ലെന്നാണ് കുട്ടി പറയുന്നത്. പോയിട്ടേ ഇല്ലെന്നല്ല, കുഞ്ഞിലെയൊക്കെ പോവായിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ പോവുള്ളൂ. ഞാൻ സാധാരണ പോകുന്നത് ചെറുകോല് ശുഭാനന്ദാശ്രമത്തിലാണ്. നമ്മളിപ്പോൾ ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിലായി. സുഹൃത്തുക്കളെ, ഒരാളെയും കൊണ്ട് ഞാൻ രാവിലെ നടക്കാൻ പോകും. പകുതി വഴിയാകുമ്പോൾ തൊട്ട് എനിക്ക് വിശക്കണേ പറഞ്ഞു തുടങ്ങും. പണ്ട് എനിക്കതിന് അസുഖം. എണ്ണീച്ച് തുടങ്ങിയപ്പോ തൊട്ട് മനുഷ്യന് വിശപ്പ് തുടങ്ങി. എന്നാൽ ശരീരത്തിൽ വരാൻ കാണുന്നുണ്ട്. അത് വിശപ്പിന് അസുഖമുള്ള കുട്ടിയാണ്. കഴിക്കണമല്ലോ, വിശന്ന് അവിടെ ഇരിക്കും. ഒരു ലുക്കിലെന്നേ ഉള്ളൂ, ഭയങ്കര വിശപ്പാ. സുന്ദരമായ അമ്പലം. ഞാൻ പറഞ്ഞു, ഇതാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ വീഡിയോ എടുക്കുന്നു. എനിക്ക് ഈ ഒരു അമ്പലം കാണുന്നതൊക്കെ ആ പാട്ട് നമ്മളിങ്ങനെ തേരാപ്പാര നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് എത്രാമത്തെ ദിവസമാണ്? 7th day. 7 days നമ്മൾ ചലഞ്ച്
7 days ഞങ്ങൾ വളരെ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതെ, ഇനി ഒരു 7ഉം 6ഉം ഇനി ഒരു 7ഉം 14 യെസ് 14 കൂടെ ഉണ്ട്. കണക്കിന് ഭയങ്കര മുന്നോട്ടായോണ്ട് അതെ അറിയത്തില്ല. അങ്ങനെ ദിവസം കൂടെ കഴിയുമ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക കേട്ടോ. ആടെ ഒന്നും കാണുന്നൊന്നുമില്ല, എന്നാലും ഞങ്ങൾ നടക്കും ഇടും. ഞങ്ങൾ നടക്കും, നടക്കാനുള്ളവർ നടക്കും, ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യും. 21 days ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അതാ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നല്ല കുട്ടികളായിട്ട് വരികയാണ്. ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിൽ ചെല്ലാം. എനിക്ക് വൃത്തിയായിട്ട് തൊഴാനൊന്നും പറ്റിയില്ല, സമയക്കുറവ് മൂലം കാണിച്ചാണ്. അമ്പലത്തിന്റെ മെയിൻ ഫ്രണ്ട് അല്ല കേട്ടോ, മെയിൻ ഫ്രണ്ടിലോട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. വേറൊരു വീഡിയോയിൽ അമ്പലത്തിന്റെ റൈറ്റ് സൈഡല്ലോ. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ. റൈറ്റ് സൈഡിൽ കൂടെ കയറി റൈറ്റ് സൈഡിൽ കൂടെ ഇറങ്ങി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വെച്ചതാണ്. പക്ഷെ അതെ സമയത്തിന്റെ ഇത് മൂലം പറ്റിയില്ല. പക്ഷെ വിഷമിക്കണ്ട, നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. എല്ലാം ശരിയാക്കാം. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഞാൻ ഈ ബായ് പറഞ്ഞു കഴിയുമ്പോ ഈ പെണ്ണുമ്പിള്ള എന്തെങ്കിലും കൊണ്ടുവരും. എന്നാ ശരി, കുട്ടിക്ക് സമയമില്ലാത്ത പറഞ്ഞത്. അതായത് അമ്പലം എന്ന് വെച്ചാൽ ഭയങ്കര ഇനിയും കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. പകുതിയെ കണ്ടുള്ളൂ ഞങ്ങള്. അതെ, വർഷങ്ങളായി അമ്പലത്തിൽ പോയിട്ട്. എന്നിട്ട് ശിവന്റെ അമ്പലത്തിൽ എങ്ങനെയാണ് തൊഴുന്നത് പോലും ശരിക്കും പറഞ്ഞാല് മര്യാദക്ക് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. തിരുമേനി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. നമ്മുടെ പരിസരത്തുള്ള അമ്പലം എന്ന് വെച്ചാൽ ശിവന്റെ അമ്പലത്തിൽ അധികം വരാറില്ലായിരുന്നു, അതുകൊണ്ടാണ്. എന്നാലും ഏകദേശം ഒക്കെ അറിയാം. മറ്റൊക്കെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരെങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി അവരുടെ പുറകിന് പോയാൽ മതി. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ട് പോകണം, എന്തോ ചെയ്യണം. ഞങ്ങൾക്ക് തൊഴാനല്ല അറിയോ മുതലാളി, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കള്ളായിട്ട് മാത്രം. അതെ അതെ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ശകലം, ഒരു ശതമാനം പോലും വെള്ളം ചേർത്തിട്ടില്ല. അതെ അതെ അതെ, മായം ചേർത്തിട്ടില്ല. ഞങ്ങളെന്താണ് ശുദ്ധമായ പാല് പോലെ ശുദ്ധമായ സത്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പറയുന്നത്. പാലിനകത്ത് ഇപ്പോൾ വെള്ളമാണ് മൊത്തം. ശുദ്ധമായ ലിക്കർ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് ഇച്ചിരി വിശ്വസിക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം വൈൻഡിങ് ആപ്പ്.